السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂൽ അല്ലാഹ് ഖദ് ശിബ്ത, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾക്ക് നര ബാധിച്ചിട്ടുണ്ടല്ലോ, തലമുടിയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ വൽ വാഖിഅതു വൽ മുർസലാതു വ അമ്മ യതസാഅലൂൻ വ ഇദ ശംസു കുവ്വിറത്. എനിക്ക് നര ബാധിക്കാനുള്ള കാരണം സൂറത്തു ഹൂദാണ്, വൽ വാഖിഅതു പിന്നെ സൂറത്തുൽ വാഖിഅയാണ്, മുർസലാത്താണ്, അമ്മ യതസാഅലൂനും ഇദ ശംസു കുവ്വിറത്തുവാൻ. ഈ സൂറത്തുകളൊക്കെ കാരണമാണ് എനിക്ക് നര ബാധിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുത്തു എന്നാണ് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 3297 ഹദീസാണ്. അപ്പോൾ ഈ ഹദീസ് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് മെസ്സേജുകൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി നരക്കുന്നത് പോലും സഹാബിമാരെന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട്. സഹാബിമാരത് എണ്ണി നോക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര തലമുടി നരച്ചിട്ടുണ്ട്, നബിയുടെ താടിയിലും മുടിയിലും എത്ര രോമങ്ങൾ വെളുത്തിട്ടുണ്ട് എന്ന് എണ്ണിയവരാണ് സഹാബിമാർ. ലോകത്ത് അങ്ങനത്തെ ഒരു നേതാവ് വേറെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. രണ്ടാമത്തൊരു കാര്യം, നബി പറഞ്ഞ വാക്കാണ്, ഈ സൂറത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ ഈ സൂറത്തുകളാണ് എൻ്റെ തലമുടി നരക്കാനുള്ള കാരണമെന്നാണ്. അപ്പോൾ ഖുർആൻ ശരിക്കും നബിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു എഫക്റ്റാണ് നമ്മളവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഓതാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമായിരുന്നില്ല. അതിനെ പറ്റിയിട്ട് ഉറ്റാലോചിച്ചും ചിന്തിച്ചുമാണ് അവർ ഖുർആനിൻ്റെ കൂടെ ജീവിച്ചത് എന്നൊരു പാഠം നമുക്കതിൽ നിന്ന് കിട്ടും. ഏതായാലും അതിനുള്ളൊരു എളിയ ശ്രമമാണ്, ചെറിയ പരിശ്രമമാണ് എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതൊക്കെയാണ് നമുക്ക് ബാക്കിയാവുക. ഇപ്പം നമ്മൾ ഇന്നലെ കേട്ട ആ വാർത്ത, വാൾപ്പാറയിലെ അപകടം, അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരു വിനോദയാത്ര പോയൊരു സംഘം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അവസാനമാണ് ഉണ്ടാകുന്നത്. അപ്പം അതേപോലെ നമ്മളാരും നനച്ചിരിക്കാത്തൊരു നേരത്ത് നമ്മളെയും തേടിയിട്ട് മലക്കുൽ മൗത്തും കൂട്ടരും വരും. ഒരു വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വരൂല, എനിക്ക് കുറച്ചും കൂടി സമയം വേണമെന്ന് പറയാൻ നമുക്ക് കഴിയൂല. അപ്പോൾ ഏത് സമയത്തും മടങ്ങിപ്പോകാൻ ഒരുങ്ങി നിൽക്കുക, മടക്കയാത്രക്ക് തയ്യാറായി നിൽക്കുക എന്നതാണ് പരിഹാരം. അള്ളാഹു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ചെറിയ ചെറിയ സൂറത്തുകളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ പൊതുവേ നമ്മൾ ഓതാറുള്ള അധ്യായങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ സൂറത്തുകൾ ഓതുമ്പോൾ വെറുതെ ഇങ്ങനെ ഇമാമിൻ്റെ കൂടെ നിന്ന് പോവുക എന്നതിനപ്പുറം ആ സൂറത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മൾ ലക്ഷ്യമായിട്ട് കണ്ടിട്ടുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ ചെറിയ ചില സൂറത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഖുർആനിലെ 107 അധ്യായമാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിച്ചത് സൂറത്തുൻ നസ്റാൻ. ഇന്ന് ഖുർആനിലെ 107 അധ്യായം സൂറത്തുൽ മാഊൻ. അഹ്സൻതും, സൂറത്തുൽ മാഊൻ 107 അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്.
ആദ്യം നമുക്ക് ആ സൂറത്തൊന്ന് പാരായണം ചെയ്യാം. നിങ്ങൾ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഏഴ് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തു അൽ മാഊൻ. ഓക്കെ, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുല്ലാ പറയുന്നുണ്ട്, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം സൂറത്തുൽ മാഊൻ മക്കിയായ സൂറത്താൻ. മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അവതരിച്ചിട്ടുള്ള, അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള സൂറത്താൻ. അതാണ് ജുംഹൂറിൻ്റെയും ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം. എന്നാൽ ചില മുഫസ്സിറുകൾ അത് മദനിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഈ സൂറത്തിലെ ചില ആയത്തുകൾ മക്കിയാണ്, ചില ആയത്തുകൾ മദനിയാണെന്നുള്ള അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. പല പേരുകളും സൂറത്തുൽ മാഊനിനുണ്ട്. സൂറത്തുൽ മാഊനിന് പല പേരുകളുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ദർസിൽ പറയുന്ന ഒരു 4-5 പേരുകൾ നമ്മളൊന്ന് പറഞ്ഞു പോകാം. ഒന്ന് സൂറത്തുദ്ദീൻ. സൂറത്തുദ്ദീൻ എന്ന പേര് ഈ അദ്ധ്യായത്തിനുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നമ്മുടെ സൂറത്തുദ്ദീൻ എന്ന പേരിൽ ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്തക്ദീബ്, കളവാക്കൽ എന്നുള്ള പേരും ഈ സൂറത്തിനുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു, കദ്ദബ യുകദ്ദിബു, തക്ദീബ്, കളവാക്കൽ എന്ന പേര് ഈ അദ്ധ്യായത്തിനുണ്ട്. അറഅയ്ത എന്ന പേരുണ്ട്, സൂറത്തു അറഅയ്ത എന്ന പേരുണ്ട്. അൽ യതീം, സൂറത്തുൽ യതീം എന്ന പേരും സൂറത്തുൽ മാഊനിനുണ്ട്. ഈ അറബി ഭാഷയിൽ നമുക്ക് കാണാം, എന്തെങ്കിലും ഒരു സംഗതിയുടെ പേരുകൾ അധികരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠതയാണ് അത് അറിയിക്കുന്നത്, അതിൻ്റെ വലുപ്പത്തെയാണ് അത് അറിയിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് നമ്മളത് പറഞ്ഞിരുന്നു. ഒരു സംഗതിക്ക് കുറേ പേരുകളുണ്ട് എങ്കിൽ അത് അതിൻ്റെ വലുപ്പത്തെയാണ് അറിയിക്കുന്നത്. ഇപ്പോൾ അള്ളാഹു ഇഷ്ടം പോലെ പേരുകൾ, എണ്ണിയാൽ തീരാത്തത്ര പേരുകൾ. നമുക്കാർക്കും അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് അറിയില്ല. അത്ര പേരുകൾ ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. അത് അള്ളാഹുവിൻ്റെ മഹത്വമാണ്. ഖുർആനിന് ഒരുപാട് പേരുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം പേരുകളുണ്ട്. അപ്പോൾ ഈ പേരുകൾ കൂടുക എന്നുള്ളത് ആ സംഗതിയുടെ വലുപ്പത്തെയാണ് അറിയിക്കുന്നത്. അപ്പോൾ പല പേരുകളും സൂറത്തുൽ മാഊനിനുണ്ട്. ഈ പേരുകളിലൊക്കെ ഈ അദ്ധ്യായം അറിയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. റഅ യറ റുയത്ത് എന്ന് പറഞ്ഞാൽ റഅ കണ്ടു എന്നാണ് അർത്ഥം. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറ കാണുന്നു, റുയത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ച. ഇവിടെ അറഅയ്ത എന്നാണ്, ഒരു ചോദ്യം കൂടിയാണത്. അറഅയ്ത, ആ ഹംസ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇസ്തിഫാമിന് വേണ്ടിയിട്ട്, ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹംസയാണത്. അറഅയ്ത, നീ കണ്ടില്ലേ. റഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടു എന്ന അർത്ഥം.
റഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടു എന്നാണ് അർത്ഥം. അറഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലേ എന്നാണ് അർത്ഥം. നീ കണ്ടില്ലേ, നീ കണ്ടില്ലേ. അല്ലദീ ഒരുത്തനെ. എന്താ ഒരുത്തൻ്റെ പ്രത്യേകത? യുകദ്ദിബു അവൻ കളവാക്കുന്നു. കദ്ദബ യുകദ്ദിബു, തക്ദീബ് എന്ന് പറഞ്ഞാൽ കളവാക്കുക എന്നാണ് അർത്ഥം. കദ്ദബ യുകദ്ദിബു തക്ദീബ്, കളവാക്കുക. എന്തിനെയാണ് അവൻ കളവാക്കുന്നത്? ബിദ്ദീൻ, ദീനിനെയാണ് അവൻ കളവാക്കുന്നത്. ഇവിടെ ഈ ദീൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ദീൻ എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാത്തിഹയിലേക്ക് തിരിച്ചു പോകുക. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദീനിൻ്റെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണോ അർത്ഥം? മതത്തിൻ്റെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണോ അർത്ഥം? അല്ല, പിന്നെന്താ അർത്ഥം? പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ദീൻ എന്ന പദം വന്നിട്ടുള്ളത് പ്രതിഫലം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ദീൻ എന്നതിന്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ദീൻ എന്നതിന് പ്രതിഫലം എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മതം, അള്ളാഹുവിൻ്റെ ദീൻ, മതം എന്ന അർത്ഥം എന്തിനുണ്ട്? ദീനിന് ഉണ്ട്. അതുപോലെ തന്നെ പ്രതിഫല ദിവസം എന്ന അർത്ഥം എന്തിനുണ്ട്? ദീനിനുണ്ട്. ശരിക്ക് ശിക്ഷക്കും കൂലിക്കും എന്ത് പറയും? ദീനെന്ന് പറയും. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെന്ത് പറയും? ദീനെന്ന് പറയും. അതാണ് മാലിക് യൗമിദ്ദീൻ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹുക്മ്, അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ ദീൻ എന്ന അർത്ഥത്തിലും ഏത് പദം ഉപയോഗിക്കാറുണ്ട്? ദീൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്ക് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന നിലക്കാണ്, ഈ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന നിലക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറഅയ്ത എന്ന് പറഞ്ഞാൽ നീ അറിഞ്ഞിട്ടില്ലേ, നീ കണ്ടിട്ടില്ലേ. കണ്ണുകൊണ്ട് കാണുന്നതും അതിൽ പെടും. കണ്ണുകൊണ്ടും ഈ പറഞ്ഞ മനുഷ്യന്മാരെ കാണാൻ പറ്റും. ഈ മതത്തെ കളവാക്കുന്ന ആൾക്കാരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അവരെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനും പറ്റുന്നതാണ്. അപ്പോൾ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരോടാണ് ആ അഭിസംബോധന? ആരോടാണ് ആ ചോദ്യം? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണോ, അതല്ല ഈ ആയത്തുകൾ ഓതുന്ന എല്ലാവർക്കും ഉള്ളതാണോ? അത് എല്ലാവർക്കും ഉള്ളതാണെന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, നബിയോടുണ്ട്. അതേപോലെ തന്നെ ഈ ആയത്തുകൾ ആരൊക്കെ ഓതുന്നുണ്ടോ അവരോടൊക്കെയാണ് ഖുർആൻ്റെ ചോദ്യം, നീ കണ്ടില്ലേ? അപ്പോൾ എന്നോടും നിങ്ങളോടുമാണ് അള്ളാഹു ചോദിക്കുന്നത്, നീ കണ്ടില്ലേ? ഓക്കെ. ഒരാൾ ദീനിനെ കളവാക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നഷ്ടപ്പെടുത്തി കളയും. അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ, അവർക്ക് അവൻ കൊടുക്കേണ്ട അവകാശങ്ങളിൽ അവൻ വീഴ്ച വരുത്തുകയും ചെയ്യും. അതാണ് ശേഷമുള്ള ആയത്തുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കും, അവർ പിശുക്കന്മാരായിരിക്കും. കാരണം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വാസമില്ല, ഒരു പുണ്യത്തിലും നന്മയിലും കൂലിയിലും ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ഓരെന്തിനപ്പോൾ നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നത്? അപ്പോൾ അതാണ് ഈ ആയത്തിൻ്റെ ഒരു മെയിൻ പോയിൻ്റ്. ഒരാൾ ആഖിറത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ദീനിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അയാളിൽ നന്മകൾ ഉണ്ടാവുകയില്ല. കാരണം നന്മകളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? ആഖിറത്തുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ ഇതിനൊക്കെ പ്രതിഫലമുണ്ട്, കൂലിയുണ്ട്. ഞാൻ നല്ല നിലക്ക് ജീവിച്ചാൽ എനിക്ക് സ്വർഗ്ഗമുണ്ട്, ഞാൻ മോശക്കാരനായാൽ എനിക്ക് നരകമുണ്ട്. ആ വിശ്വാസമാണ് എല്ലാ നന്മയുടെയും അടിസ്ഥാനം. ഓക്കെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ആയത്ത്. ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം ക്ലിയർ ആണോ? പദങ്ങൾ ക്ലിയർ അല്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ? ഓക്കെ. ശേഷം രണ്ടാമത്തെ ആയത്ത് നോക്കുക. ഫദാലികല്ലദീ യദ്ഉൽ യതീം. ഫദാലികല്ലദീ യദ്ഉൽ യതീം. എന്താണ് ആ മതത്തെ വ്യാജമാക്കുന്നവൻ്റെ അടുത്തൊരു പ്രശ്നം? അവൻ അനാഥ കുട്ടിയെ, യതീമിനെ തള്ളിവിടുന്നവനാണ്. ദഅ യദ്ഉ എന്ന് പറഞ്ഞാൽ തള്ളിവിടുക, പരുക്കനായിക്കൊണ്ട്, പരുഷമായിക്കൊണ്ട് ഓനെ ഒഴിവാക്കുക, ചീത്ത പറയുക, അകറ്റുക. അതൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. എങ്ങനെയുള്ളവനാണവൻ? യദ്ഉൽ യതീം, യതീമിനെ തള്ളിക്കളയുന്നവനാണ്, അവൻ്റെ അവകാശങ്ങൾ കൊടുക്കാത്തവനാണ്. അവൻ എന്തെങ്കിലും ഔദാര്യം ചോദിച്ചു വന്നാൽ, അല്ലെങ്കിൽ അവൻ്റെ അവകാശം തന്നെ അവൻ ചോദിച്ചു വന്നാൽ എന്ത് ചെയ്യൂല? അവനെ പരിഗണിക്കുകയില്ല, അവനെ
തള്ളിക്കളയുന്നവനാണ് എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആരാണ് യത്തീം എന്ന് പറഞ്ഞാൽ? ഒരു 4 വയസ്സായൊരു കുട്ടി, ആ കുട്ടീൻ്റെ ഉമ്മ മരിച്ചു, ഓന് യത്തീമാണോ? നിങ്ങൾ പറയും ആവോ ഇല്ലേ? 4 വയസ്സായ ഒരു ആൺകുട്ടിയുടെ ഉമ്മ മരിച്ചു, അവൻ യത്തീമാണോ? ആണോ? അല്ല, അവൻ യത്തീമല്ല. 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ഉപ്പ മരിച്ചു, അവൾ യത്തീമാണോ? വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ യത്തീം, കഴിച്ചിട്ടില്ലെങ്കിൽ യത്തീം. ഓക്കെ, അഥവാ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചവർക്കാണ് എന്ത് പറയുക? യത്തീമെന്ന് പറയുക. ഉമ്മ മരിച്ചവർക്ക് എന്ത് പറയൂല? യത്തീമെന്ന് പറയൂല. യത്തീമെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ച ആൾക്കാരാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചിട്ടുണ്ട്, ഒരു യത്തീമല്ല. പ്രായപൂർത്തിയായതിനു ശേഷം ഉപ്പ മരിച്ചിട്ടുണ്ട്, അപ്പോഴും എന്തല്ല? യത്തീമല്ല. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ച ആൾക്കാർക്കാണ് യത്തീമെന്ന് പറയുക. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു മസാല കൂടി, എപ്പോഴാണ് പ്രായപൂർത്തിയാവുക? എപ്പോഴാണ് ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയാൻ പറ്റുക? ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയാൻ 3 അടയാളങ്ങളാണ്. 3-ൽ ഏതെങ്കിലും ഒരടയാളം ഉണ്ടായാൽ അവനക്ക് എന്തായി? പ്രായപൂർത്തിയായി. 3 അടയാളം ഉണ്ടാകണം നിർബന്ധമല്ല, 3-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഒന്ന്, അവൻക്ക് 15 വയസ്സ് തികയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻക്ക് സ്ഖലനം സംഭവിക്കുക എന്നുള്ളതാണ്. അതുമല്ല എങ്കിൽ സ്വകാര്യ ഭാഗത്ത് ഗുഹ്യരോമം മുളക്കുക എന്നുള്ളതാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവൻക്ക് എന്തായി? പ്രായപൂർത്തിയായി. പിന്നെ അവൻക്ക് ദീനിൻ്റെ നിയമങ്ങൾ ബാധകമാണ്. പിന്നെ അവന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഓൻക്കാണ് ശിക്ഷ. പിന്നെ അവൾ ശരിയായ വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ അവൾക്ക് തന്നെ എന്തുണ്ട്? ശിക്ഷയുണ്ട്. അപ്പോൾ 1, സ്വകാര്യ ഭാഗത്ത് രോമം മുളക്കുക, 2, സ്ഖലനം സംഭവിക്കുക, 3, 15 വയസ്സാവുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് 15 വയസ്സായിട്ടില്ല, പക്ഷെ അവൻ്റെ സ്വകാര്യ ഭാഗത്ത് രോമം മുളച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. കുട്ടിക്ക് 13 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ സ്വകാര്യ ഭാഗത്ത് രോമം മുളച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻക്ക് എന്തായി? പ്രായപൂർത്തിയായി. ദീനിൻ്റെ നിയമങ്ങൾ പിന്നെ അവൻക്ക് നിർബന്ധമായി. ഇതേ 3 അടയാളങ്ങൾ ആർക്കുണ്ട്? പെൺകുട്ടികൾക്കുണ്ട്. അവർക്ക് ഒരു അടയാളം കൂടി കൂടുതലുണ്ടാകും, അത് അവരുടെ ആർത്തവമാണ്, അവരുടെ ഹൈലാൻ. മെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ 15 വയസ്സായിട്ടുണ്ടാവില്ല, 10 വയസ്സായിട്ടുണ്ടാവുള്ളൂ പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ 12 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അവൾക്ക് ആർത്തവം ഉണ്ടായിട്ടുണ്ട്, അവളെന്തായി? പ്രായപൂർത്തിയായി. പിന്നെ ദീനിൻ്റെ നിയമങ്ങൾ അവൾക്ക് ബാധകമാണ്. അപ്പോൾ ഈ പ്രായം എത്തുന്നതിന് മുമ്പ്, ഈ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവളെ ഉപ്പ മരിച്ചിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കാണ് എന്ത് പറയുക? യത്തീമെന്ന് പറയുക. ഓക്കെ, ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ യത്തീമിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യത്തീമിനെ പരിഗണിക്കുക, യത്തീമിൻ്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. വളരെ ഗൗരവത്തിൽ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധിക്കുക. അന വകാഫിലുൽ യതീമി ഹാക്കദ. ഈ 2 വിരലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് നബി പറഞ്ഞു, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ്, ആഖിറത്തിൽ ഇതുപോലെയാണ്. അത്ര അടുപ്പമുണ്ട് യത്തീമിനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക്. വയസ് അലൂനക അനിൽ യതാമ. അള്ളാഹുവിൻ്റെ റസൂലെ, അവർ താങ്കളോട് യത്തീമുകളെ പറ്റിയിട്ട് ചോദിക്കുന്നു. കുൽ ഇസ്ലാഹുൻ ലഹും ഖൈർ. അവരോട് ഏറ്റവും മാന്യമായിട്ടാണ് നിങ്ങൾ പെരുമാറേണ്ടത്. ഇങ്ങനെ യത്തീമുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിധികളും വിലക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ യത്തീമിൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തവരാണ് ആര്? യുഖദ്ദിബു ബിദ്ദീൻ. പ്രതിഫല ദിവസത്തെ കളവാക്കുന്നവൻ, ദീനിനെ കളവാക്കുന്നവൻ. ഓക്കെ, ശേഷം 3-ാമത്തെ ആയത്ത് നോക്കുക. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അലാ തുആമിൽ മിസ്കീൻ. എന്താ തുആം എന്ന് പറഞ്ഞാൽ? ഭക്ഷണം. തുആം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അൽ മിസ്കീൻ, പാവപ്പെട്ടവൻ അല്ലേ? നമുക്ക് പരിചയമുള്ള വാക്കാണത്. ചില വാക്കുകൾ അറബിയിൽ അങ്ങനെയാണ്. അത് അറബി പറഞ്ഞാലാണ് ശരിക്കും മനസ്സിലാവുക. പണ്ട് ഒരു വല്യുമ്മ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി, കണ്ണൊക്കെ കാഴ്ചയൊക്കെ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ശാസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു.
അപ്പോൾ വല്യമ്മ ഇങ്ങനെ മേപ്പോട്ട് നോക്കി, എന്താ ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത്? ഒന്നുമില്ല, ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞൂടെ എന്നാണ് വല്യമ്മ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ ശരിക്കും മലയാളമാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്, പക്ഷെ ആ വാക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാവില്ല. എന്നാൽ അത് ഇംഗ്ലീഷ് പറയുമ്പോൾ അതാണ് കൂടുതൽ പരിചയം ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ഉണ്ടാവും ചില അറബി പദങ്ങൾ. മിസ്കീൻ എന്നുള്ളത്, മിസ്കീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന ചില പദങ്ങളാണ്. അപ്പോൾ ഏതായാലും പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തെ പറ്റിയിട്ട് അവൻ പ്രോത്സാഹനം നൽകുകയില്ല. അഥവാ ഇവൻ സ്വയം എന്ത് ചെയ്യുന്നില്ല, പാവപ്പെട്ടവൻക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇനി വേറൊരാളെ കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു പോയിൻ്റ് എന്താണ്, നമ്മൾ കൊടുക്കുകയും വേണം, ബാക്കിയുള്ളവരോട് പാവപ്പെട്ടവനെ ഭക്ഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം എന്നൊരു പാഠം കൂടി ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രക്കും ഹൃദയം കടുത്തുപോയവനാണ്, പിശുക്കനാണ്, അള്ളാഹുവിലും ആഖിറത്തിലൊന്നും വിശ്വസിക്കാത്ത മനുഷ്യന്മാർ എന്നാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് നബി പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണെന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിക്കുക. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, സലാം വ്യാപിപ്പിക്കുക. വഅത്ഇമുത്ത്ആം, ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക, ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. വസിലുൽ അർഹാം, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കുക. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് നിസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം, അങ്ങനെയാണെങ്കിൽ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എവിടെ പോകാം, സ്വർഗത്തിൽ പോകാം. ഓക്കെ, ആ ഹദീസിൻ്റെ ഒരു ശൈലി കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ നോക്കുക. യാ അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം വഅത്ഇമുത്ത്ആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ആ ഒരു കോർവ ഉണ്ടല്ലോ, അത് ഖുർആനിലും ഹദീസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു രീതിയാണ്. അവസാനത്തിൽ ഇങ്ങനെ ചേർത്ത് പറഞ്ഞു പോവുക എന്നുള്ളത്, ആ ഒരു റൈമിങ്, അത് ഖുർആനിലും ഹദീസിലും നമ്മൾ കാണുന്നൊരു ശൈലിയാണ്. അപ്പോൾ ഏതായാലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു പാഠം ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ശേഷം 4-ാമത്തെ ആയത്ത് നോക്കുക. ഫവൈലുൽ ലിൽ മുസല്ലീൻ, എന്നാൽ നിസ്കാരക്കാർക്ക് നാശം. ഫവൈലുൻ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം. മുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവൻ. മുസല്ല എന്ന് പറഞ്ഞാലോ നിസ്കരിക്കുന്ന സ്ഥലം. നിസ്കരിക്കുന്ന സ്ഥലത്തിനാണെന്ത് പറയുക, മുസല്ല എന്ന് പറയുക. നിസ്കരിക്കുന്നവൻക്കാണ് എന്ത് പറയുക, മുസല്ലി എന്ന് പറയുക. ആ മുസല്ലി എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. ഇവിടെ ഈ വൈലുൻ എന്ന് പറഞ്ഞാൽ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, വൈലുൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്നത് ശക്തമായ താക്കീതാണ്. ശക്തമായ താക്കീത് എന്ന അർത്ഥത്തിലാണ് വൈലുൻ എന്ന പദം വന്നിട്ടുള്ളത്. രണ്ടാമത്തേത് അത് നരകത്തിൻ്റെ പേരാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. വൈലുൻ എന്ന് പറഞ്ഞാൽ അത് നരകത്തിൻ്റെ തന്നെ പേരാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അല്ല എങ്കിൽ വാദിൻ മിൻ ഔദിയത്തിൽ ജഹന്നം, വാദിൻ മിൻ ഔദിയത്തി ജഹന്നം, നരകത്തിലെ താഴ്വരകളിൽപ്പെട്ട ഒരു താഴ്വരയാണ് ഈ വൈലുൻ എന്നതും പറയപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം അത് ശക്തമായ താക്കീതിന് വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നാണ്. ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഏത് പദം കാണാൻ പറ്റും, വൈലുൻ എന്ന പദം കാണാൻ പറ്റും. വൈലുൻ എന്ന പദം ഖുർആനിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം അവൻക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പും താക്കീതുമാണ്. അത് നരകം തന്നെയാണെന്ന് പറഞ്ഞവരുണ്ട്. അത് നരകത്തിലെ താഴ്വരകളിൽപ്പെട്ട ഒരു താഴ്വരയുടെ പേരാണ് എന്ന് പറഞ്ഞവരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ ഈ നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞാൽ ആരാണ് ആ പറഞ്ഞിട്ടുള്ള നിസ്കാരക്കാർ? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ള പറയാണ്, ഒന്ന്, നിസ്കാരം പതിവായിട്ട് ചെയ്യുന്നില്ല, നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാത്തവർ. 2, സമയം പാലിക്കാത്തവർ. നിസ്കാരത്തിനൊരു സമയമുണ്ടല്ലോ, ദുഹറിന് ഒരു സമയമുണ്ട്, അസറിനൊരു സമയമുണ്ട്, ആ സമയം പാലിക്കാത്തവർ, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പാലിക്കാത്തവർ എന്നുള്ള അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാന സമയത്ത് കോഴി കൊത്തുന്നത് പോലെയുള്ള ഒരു നിസ്കാരം. അസർ ബാങ്ക് കൊടുക്കുന്നത് 3:32 എല്ലാ പണിയും തീർത്തിട്ട് അവസാനം 3:30 പോയിട്ടാണ് എന്ത് ചെയ്യുക, ളുഹർ നിസ്കരിക്കാൻ നിൽക്കുക. അപ്പോൾ പിന്നെ സമാധാനത്തോടു കൂടി നിസ്കരിക്കാൻ അവിടെ സമയമില്ല. അപ്പോൾ പെട്ടെന്ന് ചടപട തല കുത്തി മറിഞ്ഞിട്ടുള്ളൊരു നിസ്കാരമായിരിക്കും.
അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, സുജൂദ് റുക്കൂ ഒന്നും ശരിക്കും നിർവഹിക്കാൻ പറ്റൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്വഉന്നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സലാത്തിഹി. ഏറ്റവും മോശമായ മോഷണം, ഏറ്റവും മോശമായ കളവ് നടത്തൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കലാണ് പറഞ്ഞത്. നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കലാണ്. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ് കൈഫ യസ്രിഖു മിൻ സലാത്തിഹി, എങ്ങനെ ഇപ്പോൾ നിസ്കാരത്തിൽ നിന്ന് മോഷണം നടത്തുക? നിസ്കരിക്കുമ്പോൾ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളവൻ്റെ പോക്കറ്റ് കയ്യിലുള്ളത് നിസ്കാരത്തിൻ്റെ ഇടയിൽ ആണോ? അല്ല, പിന്നെ എങ്ങനെയാ നിസ്കാരത്തിലെ മോഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അതിൻ്റെ റുകൂഉം അതിൻ്റെ സുജൂദൊന്നും പൂർത്തിയാക്കി ചെയ്യാതിരിക്കലാണ്. സുജൂദ് ചെയ്തിക്കണോ വെച്ചാൽ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ലേ വെച്ചാൽ ചെയ്തിട്ടില്ല. ആ ജാതി സുജൂദ്. കാരണം നെറ്റിയാണ് തട്ടലും പൊന്തലൊക്കെ ഒപ്പായിരിക്കും. കുമ്പിട്ടാൽ നടുവളയലും നിവരലും ഒപ്പം. ആ ജാതി സുജൂദും ആ ജാതി റുക്കുവാണ് ഏറ്റവും മോശമായ മോഷണം എന്ന് പറഞ്ഞത്. ഏറ്റവും മോശമായ കളവ്, മോഷണം ആ നിസ്കാരത്തിൽ നിന്നുള്ള മോഷണമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫവൈലുല്ലിൽ മുസല്ലി എന്ന് പറഞ്ഞ നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞതിൽ ഇതും പെടും. ഇത് ശരിക്കും നിസ്കാരത്തിൻ്റെ റുക്കിനാണ് കേട്ടോ. അഥവാ അടക്കത്തോടെയും ഒതുക്കത്തോടെയും നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ്. റുക്കിന് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല. നമ്മളാണ് ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട്, കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നിസ്കരിച്ച് പോയാൽ അത് നിസ്കാരം ആവില്ല. നിസ്കാരമാകണമെങ്കിൽ എന്ത് വേണം? അടക്കവും ഒതുക്കവും വേണം. സുജൂദിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ ആ ദുആ ചൊല്ലാനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? അടങ്ങി ഒതുങ്ങി കഴിയണം. റുക്കൂയിൽ അങ്ങനെ കഴിയണം, ഇഅ്തിദാലിൽ അങ്ങനെ കഴിയണം. ആ തുമഅ്നീനത്ത് എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഫവൈലുല്ലിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ അതിൽപ്പെടും. ആ നിസ്കാരക്കാർക്ക് നാശം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവർ നിസ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്ന് മാത്രമല്ല, നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ആർക്ക് വേണ്ടിയിട്ടല്ലോ ഒരു നിസ്കരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലോ ഒരു നിസ്കരിക്കുന്നത്. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അഥവാ ആ കൂട്ടർ, അല്ലദീനഹും എങ്ങനെയുള്ളവരാണ് അവർ, അൻ സ്വലാത്തിഹിം അവരുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, സാഹൂൻ അവർ അശ്രദ്ധരാണ്. സഹ യസ്ഹു എന്ന് പറഞ്ഞാൽ മറന്നു പോവുക അല്ലേ? സുജൂദു അസ്സഹ്വ്, സുജൂദ് സഹ്വ് നമ്മൾ പറയലില്ലേ? എന്താ സുജൂദ് സഹ്വ് എന്ന് പറഞ്ഞാൽ? മറവിയുടെ സുജൂദാണ്. സഹ യസ്ഹു സഹ്വൻ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് അർത്ഥം. സുജൂദു സഹ്വ് എന്ന് പറഞ്ഞാൽ മറവിയുടെ സുജൂദാണ്. അപ്പോൾ എന്തെങ്കിലും തിരക്ക് വന്നാൽ, നിസ്കാരമില്ല, കല്യാണമാണ്, പെരയിൽ സൽക്കാരാണ്, അപ്പോൾ നിസ്കാരം മറന്നു, അല്ലെ വേൾഡ് കപ്പ് നടക്കുകയാണ്, IPL നടക്കുകയാണ്, അപ്പോൾ നിസ്കരിക്കാൻ മറന്നു. അപ്പോൾ അങ്ങനെ നിസ്കാരം മറക്കുന്ന ആൾക്കാർ, നിസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളിൽ ഓർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ശ്രദ്ധിക്കാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ടാണ് ആദ്യം അള്ളാഹു ആഖിറത്തിൽ വിചാരണ നടത്തി എന്തിനെ പറ്റിയിട്ടാണ്? നിസ്കാരത്തെ പറ്റിയിട്ട്. നിസ്കാരം ഓക്കെ ആണെങ്കിൽ അഫ്ലഹ വ അൻജഹ, ഓൻ കഴിച്ചിലായിട്ടുണ്ട്, ഓൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഓൻ പോക്കാണെങ്കിൽ ഖാബ വ ഖസിറ, ഓൻ നഷ്ടക്കാരനാണ്, ഓൻ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മറവി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം തന്നെ മറക്കലും നിസ്കാരത്തിൽ മറവി സംഭവിക്കലും രണ്ടാണ്. നിസ്കാരത്തിൽ മറവി സംഭവിക്കുന്നതിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. നിസ്കാരത്തിൽ മറവി സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു റുക്കിന് മറന്നുപോയി, അല്ലെങ്കിൽ ഒരു ഓതേണ്ട ഒരു ഭാഗം മറന്നുപോയി, അങ്ങനെ സംഭവിക്കാം. അതിൽ ആക്ഷേപിക്കേണ്ട കാര്യം, ഇത് നിസ്കാരം തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. നിസ്കാരത്തെ പറ്റി ഒരു ശ്രദ്ധയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഇതിൽ ആക്ഷേപിക്കപ്പെട്ടുള്ളത്. മറ്റേ മറവി ആർക്കും സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. ആ മറവി സ്വാഭാവികമാണ്, അത് ഉണ്ടാകും. നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ ശ്രദ്ധ ഉള്ള ആൾ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയെക്കാളും നന്നായിട്ട് നിസ്കരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ നബിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? മറവി സംഭവിച്ചിട്ടുണ്ട്. ആ മറവിയല്ല ഇവിടെ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തന്നെ അശ്രദ്ധ, നിസ്കാരത്തെ പറ്റിയിട്ടുള്ള ശ്രദ്ധയില്ലായ്മയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിക്ക് മറവി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബിമാർ നബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ് അഹദസ ഫി സ്വലാത്തി ഷൈഉൻ, നിസ്കാരത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ടോ? നബി എന്തെങ്കിലും ചെയ്താലിപ്പോൾ സഹാബിമാർക്ക് ഒറ്റയ്ക്കന്നെ എതിർക്കാൻ പറ്റില്ലല്ലോ. ഇനി നബിക്ക് എന്തെങ്കിലും വഹി വന്നിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടാണ് അവർക്കുള്ളത്. അപ്പോൾ നബി ചോദിച്ചു, അമ്മാതാക്ക് എന്ത് പറ്റി, എന്തെങ്കിലും ചോദിക്കാൻ കാരണം? അപ്പോൾ സല്ലൈത കഥ വക്കഥ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിസ്കരിച്ചത്, സാധാരണ നിസ്കരിക്കുന്ന പോലെയല്ല നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു?
വീണ്ടും എഴുന്നേറ്റു, എന്നിട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്നു, 2 സുജൂദുകൾ ചെയ്തു, സലാം വീട്ടി. എന്നിട്ട് നബി പറയുന്നുണ്ട്, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ ഉണർത്തണം. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്. അൻസാ കമാ തൻസൗൻ, നിങ്ങൾ മറക്കുന്ന പോലെ ഞാനും മറക്കും. ഫഇദാ നസീതു ഫദക്കിറൂനി, ഞാൻ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ഓർമ്മപ്പെടുത്തുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോലെ മനുഷ്യനാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോലെ മനുഷ്യനാണ്. എന്നാൽ സാധാരണ മനുഷ്യനാണോ? അല്ല, സാധാരണ മനുഷ്യനല്ല. നബി നമ്മളെപ്പോലെ മനുഷ്യനാണ് എന്ന് പറയുന്നതും നബി നമ്മളെപ്പോലെ മനുഷ്യനാണെന്ന് പറയുന്നത് തമ്മിൽ എന്തുണ്ട്? മാറ്റമുണ്ട് അല്ലേ? ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല, ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. അപ്പം എന്തായിരുന്നു മനസ്സിലായത്? ഇന്ന് തല്ലിയിട്ടില്ല, ഇന്നലെ തല്ലിയിട്ടുണ്ട്, ഇനി നാളെ തല്ലും, ഇടക്കിടക്ക് തല്ലലുണ്ട് എന്നായിരുന്നു മനസ്സിലായത്. ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. അപ്പോൾ എന്താ മനസ്സിലായി? വേറെ ആരോ പെണ്ണുങ്ങളെ മൂപ്പര് എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. അപ്പോഴോ ഭാര്യനെ തല്ലിയിട്ടില്ല, ഉമ്മാനെ തല്ലിക്കണ്, അല്ലെങ്കിൽ മക്കളെ തല്ലിക്കണ്. ഞാൻ എൻ്റെ ഭാര്യയെ ഇന്നലെ തല്ലിയിട്ടില്ല. അപ്പോഴോ തല്ലിയിട്ടില്ല, വേറെന്തൊക്കെയാണ് മൂപ്പര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഫോക്കസ് എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ മനുഷ്യനാണെന്ന് പറയുന്നതും നമ്മളെപ്പോലെ മനുഷ്യനാണെന്ന് പറയുന്നത് തമ്മിൽ എന്തുണ്ട്? മാറ്റം. നബി സാധാരണ മനുഷ്യനല്ല, നബിക്ക് വഹിയുണ്ട്, നബിക്ക് മുഅ്ജിസത്തുണ്ട്, നബിയാണ്. ഇതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അപ്പോൾ ആ മറവി ആർക്കും സംഭവിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇമാമിന് എന്ത് ചെയ്തു? നിസ്കാരത്തിൽ മറവി സംഭവിച്ചു. ഇത് എവിടുത്തെ ഇമാമാണ്, എവിടുന്ന ചങ്ങായി വരുന്നത്, നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നതാണ് കാര്യം. ഓക്കെ. ശേഷം 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അല്ലദീനഹും യുറാഊൻ. അപ്പോൾ ഈ കൂട്ടർക്ക് നിസ്കാരത്തിൽ ശ്രദ്ധയില്ല എന്ന് മാത്രമല്ല, ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒരാർക്ക് വേണ്ടിയിട്ടല്ല നിസ്കരിക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല നിസ്കരിക്കുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിസ്കരിക്കുന്നത്. അത് മുനാഫിക്കുകളെ പറ്റിയിട്ടാണ് കാര്യമായിട്ടുള്ളത്. മുനാഫിക്കുകൾ നിസ്കരിക്കുന്നത് എന്തിനാണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നിസ്കരിക്കാൻ എന്നാൽ ഒരു മടിയന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിസ്കരിക്കാൻ നിൽക്കുന്നത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, കുറച്ചല്ലാതെ അവരെന്ത് ചെയ്യില്ല, ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുനാഫിക്കങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള 2 നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഫജറും ഇശാഉമാണ്. ഫജറും ഇശാഉമാണ്. എന്താ ഈ 2 നിസ്കാരങ്ങൾ അവർക്ക് ഏറ്റവും ഭാരമായിട്ട് തോന്നാൻ കാരണം? 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഫജർ ആയാലും ഇശാ ആയാലും ഒരു ഉറക്കത്തിൻ്റെ ഇശാ എന്ന് പറഞ്ഞാൽ ഒരു ഉറങ്ങാനുള്ള സമയമായി തുടങ്ങുന്ന നേരത്താണ്. ഫജർ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അപ്പോൾ ഇത് രണ്ടും ഈമാനുള്ള മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശരിക്കും നിർവഹിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഭയങ്കര ഭാരമായിരിക്കും, എടങ്ങറായിരിക്കും. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, അന്നത്തെ കാലത്ത് കറണ്ടില്ല, ബൾബില്ല, വെളിച്ചമില്ല. അന്ന് ആ അരണ്ട വെളിച്ചത്തിലാണ് സഹാബിമാർ നിസ്കരിക്കാൻ നിൽക്കുക. പള്ളിയിൽ വന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ ആരാന്ന് മനസ്സിലാവില്ല, ആർക്കും അറിയാതെ. പിന്നെ നമ്മൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? നമ്മൾ പള്ളിയിൽ വരുന്നതും ജമാഅത്തിൽ പങ്കെടുക്കുന്നതും നിസ്കാരത്തിൽ വരുന്നതൊന്നും ആരും അറിയുന്നില്ല. പിന്നെ എന്തിനാണ് അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നത്? അതാണ് മുനാഫിക്കുകളുടെ സ്റ്റാൻഡ്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ഷഹീദായ ആ നിസ്കാരം, കൊലയാളി എവിടെ നിന്നത്? കൊലയാളി എവിടെ ഉണ്ടായിരുന്നത്? നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് സൊഫിലുള്ളത്. മദീന പള്ളിയിൽ സഹാബിമാർ നിൽക്കുന്ന സൊഫിലാണ് ആര് നിന്നിരുന്നത്? അബൂലുലു ഫൈറൂസ് അൽ മജൂസി, ഇസ്ലാമിൻ്റെ ശത്രു, കൊടിയ ശത്രു, ഉമർ റളിയല്ലാഹുവിൻ്റെ ഘാതകൻ. ഈ ചങ്ങായിക്കാണ് എവിടെ ജാറുള്ളത്? ഇറാനിൽ ജാറുണ്ട്. ബാബ ഷുജാ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ചങ്ങായിൻ്റെ ജാറം എവിടെ കാണാൻ പറ്റും? ഇറാനിൽ കാണാൻ പറ്റും. ഇറാനുകൾ ഷിയാക്കൾ വലിയ നേതാവായി കൊണ്ടുനടക്കുന്ന ആളാണ് അബൂലുലു ഫൈറൂസ് അൽ മജൂസി. അപ്പം ഇയാൾ എവിടെ നിന്നിരുന്നത്? മദീന പള്ളിയിൽ സൊഫിൻ്റെ ഇടയിലാണ് നിന്നിരുന്നത്. അത് ആരും അറിഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടില്ല. കാരണം അന്ന് ആ ഒരു അരണ്ട വെളിച്ചം ഉണ്ടാവുക, തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യൂല, മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാവാതെ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്തിനാണ് പള്ളിക്ക് വരുന്നത് എന്നുള്ളതാണ് മുനാഫിക്കുകളുടെ നിലപാട്. അപ്പോൾ അവർ നിസ്കരിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് മുനാഫിക്കുകൾക്ക്
ആ 2 നിസ്കാരങ്ങൾ ഏറ്റവും ഭാരമുള്ളതായി തോന്നിയത്. ബാക്കിയുള്ള നിസ്കാരങ്ങൾ ഓർക്കാൻ തന്നെയാണ്, ഭാരം തന്നെയാണ്. ഈ 2 നിസ്കാരം ഏറ്റവും ഭാരമുണ്ട് എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളതും ഭാരമുള്ള നിസ്കാരങ്ങൾ തന്നെയാണ്. ഓക്കെ. ശേഷം 107-ാമത്തെ ആയത്ത് നോക്കുക. വയംനഊനൽ മാഊൻ. ഇത് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരായത്താണ്. ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത് നമ്മളൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ആയത്താണ്. വയംനഊനൽ മാഊൻ. എന്താ മനഅ യംനഉ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ഒരു വാക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. അല്ലാഹുവേ, നീ തന്നത് തടയാൻ ഒരാൾക്കും പറ്റൂല. മാനിഉ എന്ന് പറഞ്ഞാൽ തടയുന്നവൻ അർത്ഥം. മനഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിയാത്തികളെ, സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത്. ലാ തംനഉ. അതാണ് മനഅ യംനഉ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അർത്ഥം. മനഅ യംനഉ വയംനഊൻ. അവർ തടയുന്നു. എന്ത്? അൽ മാഊൻ, പരോപകാര വസ്തു. പരോപകാര വസ്തു. അപ്പോൾ ഇവരെ അള്ളാഹുവിനോടുള്ള അവകാശം എന്തായാലും നിർവഹിക്കുന്നില്ല. ജനങ്ങൾക്കോ ഇവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ മാഊൻ എന്ന പദത്തിന് തഫ്സീറുകൾ കാണുന്ന വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. ഒന്ന്, ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയാണ്, ഒരു വായ്പ കൊടുക്കാറില്ല. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു വന്നാൽ ഒരു വായ്പക്ക് അത് കൊടുക്കാറില്ല. പാത്രം ചോദിച്ചു വന്നു ഒരാൾ, പാത്രം കൊടുത്തില്ല. ബക്കറ്റ്, കോടാലി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ മാഊനായിട്ട് കണക്കാക്കിയിരുന്നത് പാത്രവും ബക്കറ്റും ഒക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഉപകാരമെടുക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്തിൽ പെടും? ഈ മാഊൻ എന്ന പദത്തിൽ പെടും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളൊരു കാറ്, ഒരാൾക്കൊരു അത്യാവശ്യം വന്നു, അപ്പുറത്തെ വീട്ടിലെ അയൽവാസിക്ക് പ്രസവ വേദന, അപ്പോൾ അവർക്ക് പോകാൻ വണ്ടിയില്ല, നമ്മളെ വണ്ടി ചോദിച്ചു വന്നു. അപ്പോൾ നമുക്കൊരു മടി, വണ്ടി കൊടുക്കാനൊരു സമ്മതക്കുറവ്, അത് പാടില്ല. വയംനഊനൽ മാഊൻ എന്നതിലാണ് അത് പെടുക. ചില ആൾക്കാരത് സക്കാത്തും സ്വതക്കയും പണവുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവർ വയംനഊനൽ മാഊൻ എന്നതിലാണ് പെടുക, സ്വതക്ക കൊടുക്കാത്തവർ അതിലാണ് പെടുക എന്നൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയും ഇത് പാത്രം എന്ന അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. പാത്രം അല്ലെങ്കിൽ ബക്കറ്റ് എന്ന അർത്ഥമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരു വിളക്ക്, കത്തിക്കാനുള്ളൊരു വിളക്ക് ചോദിച്ചു വന്നു, അത് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ഉപകാരമെടുക്കാൻ പറ്റിയ എത്ര ചെറിയ സംഗതിയാണെങ്കിലും അതൊക്കെ ഏത് പദത്തിൽ പെടും? വയംനഊനൽ മാഊൻ എന്ന പദത്തിൽ പെടുന്നുള്ളതാണ്. ഇങ്ങനെ ഈ പരോപകാര വസ്തു തടയൽ 2 രൂപത്തിലുണ്ടാവുക. ഒന്ന്, തടഞ്ഞാൽ ശിക്ഷ കിട്ടുന്ന നിലക്കുള്ളതുണ്ടാകും. മറ്റേത് ഓൻക്ക് ആ നന്മ നഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നവും ഉണ്ടാകും. ഒന്ന്, തടഞ്ഞാൽ ഓൻക്ക് ആ ശിക്ഷ കിട്ടും, മറ്റേത് ശിക്ഷ കിട്ടൂല, പക്ഷെ അവൻക്ക് എന്ത് ചെയ്യും? ആ നന്മ അവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ശിക്ഷ കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരാൾ നിർബന്ധമായിട്ടും സഹായിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യാതിരിക്കുക? സഹായിക്കാതിരിക്കുക. ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നു, ഭക്ഷണം ചോദിച്ചു വന്നാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള പാത്രം ചോദിച്ചു വന്നാണ്, നിങ്ങളത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അങ്ങനത്തെ അവസ്ഥയിലാണ് മൂപ്പർ എന്ത് ചെയ്തത്? വന്നത്. നമ്മൾ കൊടുത്തില്ല, കൊടുക്കാതെ മൂപ്പർ മരിച്ചു. അപ്പോൾ നിർബന്ധമായിട്ടും സഹായിക്കേണ്ട ഒരാൾ നമ്മൾ സഹായിച്ചില്ല, അപ്പോൾ നമ്മൾ കുറ്റക്കാരനാണ്. ഒരാൾ പറഞ്ഞു, നല്ല തണുപ്പാണ്, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എനിക്കൊരു വസ്ത്രം തന്നിട്ടില്ല എങ്കിൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ എനിക്ക് വലിയ അപകടം പറ്റും, നമ്മൾ വസ്ത്രം കൊടുത്തില്ല, അയാൾ മരിച്ചുപോയി, നമ്മൾ കുറ്റക്കാരനാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അയാളെ വധിച്ചതിന്, കൊന്നതിനുള്ള നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടി വരുന്നതാണ്. മനഃപൂർവ്വം അല്ലാതെ, ഇസ്ലാമിൽ മനഃപൂർവ്വം അല്ലാതെ വധിച്ചാലും എന്തുണ്ട്? നഷ്ടപരിഹാരമുണ്ട്. മനഃപൂർവ്വം അല്ലാതെ വധിച്ചാൽ അയാൾക്ക് കുറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചു, അറിയാതെ ആക്സിഡൻറ്റ് സംഭവിച്ചു, അയാൾക്ക് എന്തുണ്ടാവില്ല? ഒരാളെ കൊന്ന ശിക്ഷ ഉണ്ടാവില്ല, പക്ഷേ അയാൾ എന്ത് കൊടുക്കണം? നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കേണ്ടി വരും എന്ന് വരെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഒരു ഉപദ്രവമില്ലാത്തൊരു സംഗതി ആയിരിക്കും, നമുക്ക് അത് കൊടുത്തു എന്നുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല, എന്നാലും എന്തോ ഒരു ഇടങ്ങേറാണ് അത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ആയത്തുകളും സൂറത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, ഇതൊന്നും വെറുതെ കേട്ടു പോകാനുള്ള സംഗതിയല്ല. ഇതനുസരിച്ച് നമ്മുടെ ലൈഫിൽ എന്ത് വേണം? മാറ്റങ്ങൾ വേണം. ഇതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം ക്ലിയർ ചെയ്ത് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം
എന്നതാണ് വിഷയം. അപ്പോൾ ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതിൽ പറഞ്ഞ വിശേഷണങ്ങൾ നമ്മുടേതായിട്ടുണ്ട് എങ്കിൽ, ഇതൊക്കെ ഇപ്പോൾ കുഫാറുകളുടെയും മുനാഫിക്കുകളുടെയും വിശേഷണമാണ്. കാഫിറുകളുടെയും മുനാഫിക്കുകളുടെയും വിശേഷണമാണ് അള്ളാഹു ഈ സൂറത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈമാൻ ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കുഫറിൻ്റെയും നിഫാക്കിൻ്റെയൊക്കെ ചെറിയ ചെറിയ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ടച്ച് നമ്മുടെയും ജീവിതത്തിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സ്വഭാവം നന്നാക്കാൻ ഖുർആനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. അതാണ് ആയിഷബി പറഞ്ഞത്. നബിൻ്റെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, കാന ഖുൽഖുഹുൽ ഖുർആൻ, നബിൻ്റെ സ്വഭാവം ഖുർആനാണ്. അപ്പോൾ ഈ സൂറത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് അള്ളാഹുവിലും പ്രതിഫല ദിവസത്തിലൊക്കെ വിശ്വാസമുണ്ട് എങ്കിൽ അയാൾ ബാക്കിയുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവനായിരിക്കും, അയാൾ ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായിരിക്കും, നിസ്കാരം നിലനിർത്തുന്നവനായിരിക്കും, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവനായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ എന്തെന്ന് കിട്ടും? ഈ സൂറത്തു നിന്ന് കിട്ടും. ഇനി അള്ളാഹുവിലും ആഖിറത്തിലും ദീനിലൊന്നും വിശ്വാസമില്ല എങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ ഓൻ എന്ത് ചെയ്യും? വീഴ്ച വരുത്തുകയും ചെയ്യും. ഇതിലൊക്കെ അവൻ പിറകോട്ടായിരിക്കും എന്നൊരു പാഠവും ഈ സൂറത്ത് നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ലെങ്കിൽ ആർക്കും എങ്ങനെ എന്ത് ചെയ്യാം? ഇവിടെ ജീവിക്കാമല്ലോ. ഏത് തോന്നിയ നിലക്കും ഒരാൾക്ക് ജീവിക്കാം. പക്ഷെ നമ്മളൊക്കെ നല്ല നിലക്ക് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്. അൽ ജന്നത്തു ഹക്കുൻ വന്നാറു ഹക്കുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അപ്പോൾ അവിടെ നരകത്തിൽ നിന്ന് കഴിച്ചിലായിട്ട് സ്വർഗത്തിലെത്തണം എന്നുള്ള ആ ബോധവും തിരിച്ചറിവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് നമ്മൾ നല്ല നിലക്ക് ജീവിക്കുന്നത്. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം? ആർക്കും എങ്ങനെയും ജീവിക്കാമെന്നുള്ളതാണ് കാര്യം. ഓക്കെ, അള്ളാഹു അലം, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ദർസിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. ദീൻ എന്ന പദത്തിന് അറബിയിൽ എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്? കേട്ടില്ല. മതം എന്നുള്ള അർത്ഥമുണ്ട്, അഹ്സൻറ്റ്. പിന്നെ പ്രതിഫല ദിവസം എന്ന അർത്ഥമുണ്ട്. പിന്നെ പിന്നെന്താ അർത്ഥമുള്ളത്? കേട്ടില്ല. അഹ്സൻറ്റും, ഉയർത്തെഴുന്നേൽപ്പ്, അൽ ബഅസ് എന്ന അർത്ഥം എന്തിനുണ്ട്? ദീൻ എന്ന പദത്തിന് ഉണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ വിധി, ഹുക്കും എന്ന നിലക്കൊക്കെ ദീൻ എന്ന പദം പ്രയോഗിക്കാറുണ്ട്. അഹ്സൻതും, ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാൻ 3-ൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ മതി. ശരിയാണോ? ആണോ അല്ലേ? അല്ല, 4-ൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടാവുക എന്നുള്ളതാണ്. ആൺകുട്ടിയാണെങ്കിലോ 3-ൽ ഏതെങ്കിലും ഒരടയാളം ഉണ്ടായാൽ മതി. 15 വയസ്സ് തികയാതെ ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പ്രായപൂർത്തിയാവുകയില്ല. ശരിയാണോ? തെറ്റാണ്. 15 വയസ്സിന് മുമ്പും ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ പ്രായപൂർത്തിയാകുന്നതാണ്. ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞാലാണ് അവന് ബാലിക ആവുക. പിന്നെയാണ് അവൻ എന്താകുന്നത്? ഇപ്പോൾ ഒരു സ്ത്രീക്ക് യാത്ര പോകണമെങ്കിൽ ആര് വേണം? മെഹ്റം വേണമല്ലോ. ഒരു സ്ത്രീക്ക് ഇപ്പോൾ യാത്ര പോകണമെങ്കിൽ കൂടെ പോകാൻ മെഹ്റം വേണം. ഹജ്ജിന് പോവാണ്, ഉംറക്ക് പോവാണ്, മെഹ്റം വേണം. ഒരു 8 വയസ്സായ കുട്ടിനെയും കൂട്ടിയിട്ട് ഹജ്ജിന് പോകാൻ പറ്റില്ല, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. എന്നാൽ പ്രായപൂർത്തിയായ മകനാണ് കൂടെ ഉള്ളതെങ്കിലോ 12 വയസ്സായിട്ടുണ്ട്, പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവൻ മെഹ്റമാണ്, അവൻ മതിയായവനാണ്. ഓക്കെ. വൈലുൻ എന്ന പദത്തിന് നമ്മൾ 2-3 തഫ്സീറുകൾ പറഞ്ഞു. വൈലുൻ എന്തൊക്കെയാണത്? ഒന്ന് നരകം, നരകത്തിൻ്റെ തന്നെ വേറൊരു പേരാണ് വൈലുന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ നരകത്തിലെ ഒരു താഴ്വരയാണ് വൈലുന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ നാശം, ശക്തമായ താക്കീതാണ് ആ വൈല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അഭിപ്രായമുണ്ട്. ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം അതാണ്. ശക്തമായൊരു താക്കീതാണ് ആ വൈലുൻ എന്ന പദത്തിൽ കൊണ്ടുള്ള ഉദ്ദേശം. ഏറ്റവും മോശമായ മോഷണം എന്ന് നബി പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ്? നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കലാണ്. നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുക, അതുപോലെ തന്നെ സുജൂദും റുക്കുവും ഒന്നും പൂർത്തിയാക്കാതെ നിസ്കരിക്കുക. ഓക്കെ, അഹ്സൻതും, ബാറക്കല്ലാഹു ഫീക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ മാഊനായിട്ട് കണക്കാക്കിയിരുന്നത് എന്തൊക്കെയാണ്? പാത്രവും ബക്കറ്റും ഒക്കെ ആണ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അഹ്സൻതും, ബാറക്കല്ലാഹു ഫീക്കും. തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ഈ സൂറത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ, അതിൽ പകർത്തേണ്ടത് പകർത്താനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ ഒരു കൂടിയിരുത്തം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറാ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.